റൗണ്ട് 4 എൻഡ് ചെയ്യുമ്പോൾ 1,68,853 റാങ്കുകാരനാണ് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അവസാനമായി അഡ്മിഷൻ ലഭിക്കുന്നത്. കറസ്പോണ്ടിങ് സ്കോർ 446 ആണ്. കഴിഞ്ഞ വർഷം അതായത് നീറ്റ് 2023 ഓരോ മെഡിക്കൽ കോളേജിലും അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അറിഞ്ഞാലോ? ഹലോ ഡിയർ നീറ്റ് ആസ്പിറൻസ്. സോ മക്കളെ, നീറ്റ് 2024 ക്രാക്ക് ചെയ്യാനുള്ള കടുത്ത പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങളല്ലേ. ഈ ഒരു സമയത്ത് മക്കൾക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഉള്ളിലൂടെ ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടായിരിക്കും. നീറ്റ് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ നേടിയെടുക്കേണ്ട സ്കോർ എത്രയാണ്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ഏത് റാങ്ക് നേടണം, ഇങ്ങനെ പല പല ഡൗട്ട്സും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കും അല്ലേ. സോ ഇതിനൊക്കെ ഒരു പരിഹാരവുമായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലുമുള്ള ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കാൻ നിങ്ങൾ നീറ്റിൽ സ്കോർ ചെയ്യേണ്ടത് എത്രയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുക്കേണ്ട റാങ്ക് എത്രയാണ്, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് അറിയണമെങ്കിൽ ഇന്ത്യയിൽ എത്ര ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. അവിടേക്ക് എങ്ങനെയാണ് അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നതെന്ന് അറിയണം. കഴിഞ്ഞ വർഷം അതായത് നീറ്റ് 2023 ഓരോ മെഡിക്കൽ കോളേജിലും അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അറിഞ്ഞാലോ? യെസ് മക്കളെ, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 706 മെഡിക്കൽ കോളേജസ് ആണ് ഇന്ത്യയിൽ മുഴുവനായിട്ടുള്ളത്. ഇതിൽ 342 എണ്ണമാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ്. ഓക്കെ ആണോ? യെസ്. ആൻഡ് ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൽ എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ കോളേജിലെയും മുഴുവൻ സീറ്റിന്റെ 15% ഓൾ ഇന്ത്യ കോട്ട MBBS വഴിയാണ് ഫില്ല് ചെയ്യപ്പെടുക. ആൻഡ് ബാക്കി വരുന്ന 85% സ്റ്റേറ്റിന് അവകാശപ്പെട്ടതാണ്, സ്റ്റേറ്റ് മെറിറ്റ് ആണ്. ഇത്രയേ ഉള്ളൂ. ആകെ മൊത്തം 100 സീറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ 15 സീറ്റുകൾ എങ്ങനെയായിരിക്കും? ഓൾ ഇന്ത്യ കോട്ട MBBS വഴിയായിരിക്കും ഫില്ല് ചെയ്യുക. ബാക്കി വരുന്ന 85% സ്റ്റേറ്റ് മെറിറ്റ് അനുസരിച്ച്, അതായത് ഓരോ സ്റ്റേറ്റിനും അവരുടേതായ ക്രൈറ്റീരിയാസ് ഉണ്ട്, അവരുടേതായ റൂൾസ് ഉണ്ട്. ചിലർ ജന്മസ്ഥലത്തിന്റെ ബേസിലാണ് അവർക്ക് അഡ്മിഷൻ നൽകുക, അവിടുത്തെ കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുക. ചിലർ അവരുടെ സ്കൂളിംഗ് വെച്ചിട്ടാണ്, +1 +2 പഠന കാലയളവ് വെച്ചിട്ട്, അല്ലെങ്കിൽ എത്ര വർഷം ആ സ്റ്റേറ്റിൽ പഠിച്ചു, പെർമനന്റ് റെസിഡൻസ്, ഇങ്ങനെ പല ക്രൈറ്റീരിയയുടെയും ബേസിലാണ് ഓരോ സ്റ്റേറ്റുകളും ഈ 85% സീറ്റുകളിലേക്ക് അഡ്മിഷൻ നൽകുക. ബാക്കി 15% സീറ്റുകളിലേക്ക് ഏത് സ്റ്റേറ്റിലുള്ള കുട്ടികൾക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ബട്ട് ഈ 85% അതാത് സ്റ്റേറ്റിന് അവകാശപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നോക്കാം. അതായത് ഓൾ ഇന്ത്യ കോട്ട MBBS വഴി ഓരോ കോളേജിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ച കുട്ടികളുടെ ലാസ്റ്റ് റാങ്ക് നമ്മൾ കാണാൻ പോവാണ്. ആൻഡ് അവരുടെ മാർക്കും നിങ്ങൾ അറിയാൻ പോവാണ്. സോ ഇത് ഓൾ ഇന്ത്യ കോട്ടയാണ്, ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലെയാണ്. അതിനുശേഷം നമ്മൾ സ്റ്റേറ്റിൽ വരുന്നത് ഡിഫറെൻ്റ് ആയിട്ട് കാണും കേട്ടോ. യെസ്. ആദ്യത്തേത് ഓപ്പൺ വിഭാഗത്തിലാണ്. ഓപ്പൺ വിഭാഗം മക്കളെ 4 റൗണ്ടിലാണ് അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുക. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 ആൻഡ് റൗണ്ട് 4 നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആൻഡ് 4 റൗണ്ടും അവസാനിച്ച് കഴിയുമ്പോൾ ഏത് റാങ്കുകാർക്കാണ് അഡ്മിഷൻ ലഭിച്ചതെന്ന് നമ്മൾക്ക് കാണാം. ആദ്യം ഓപ്പൺ വിഭാഗമാണ്, അതായത് യാതൊരു റിസർവേഷനും ഇല്ലാത്ത ഓപ്പൺ വിഭാഗത്തിൽ എങ്ങനെയാണ് അഡ്മിഷൻ ലഭിച്ചതെന്ന് നോക്കാം. റൗണ്ട് 1ൽ റാങ്ക് 19,396 ഉള്ള കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചു. ഓക്കെ, അതിന് മുകളിലുള്ള എല്ലാവർക്കും ഓപ്പൺ വിഭാഗത്തിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. നമ്മുടെ 15% സീറ്റ്, അതായത് ഏകദേശം 8,000-ലധികം സീറ്റുകൾ, 8,000-ഓളം സീറ്റുകളുണ്ട്. അങ്ങനെ 15% സീറ്റുകൾ എന്ന് പറയുമ്പോൾ. യെസ്. ആൻഡ് റൗണ്ട് 4 അവസാനിച്ചപ്പോഴത്തേക്ക് അലോട്ട്മെന്റ് പ്രോസസ് അവസാനിക്കുമ്പോൾ 23,562 റാങ്ക് വരെയുള്ളവർക്ക് ഓപ്പൺ വിഭാഗത്തിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ആൻഡ് 610 ആണ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ രണ്ടാമത് ജനറൽ EWS, ഇക്കണോമിക്കലി വീക്കർ സെഷൻ ആണ്. ജനറൽ വിഭാഗത്തിലെ ഇക്കണോമിക്കലി വീക്കർ സെഷൻ റൗണ്ട് 1ൽ 21,591 റാങ്ക് വരെയുള്ളവർക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ആൻഡ് റൗണ്ട് 4 എൻഡ് ചെയ്തപ്പോഴേക്കും 25,000-ഓളം 25,005 റാങ്ക് ഉള്ളവർക്ക് ഒരു അഡ്മിഷൻ ലഭിച്ചു. 607 ആണ് മാർക്ക് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഇസ് OBC കാറ്റഗറി, SC ST 3 കാറ്റഗറി ഉണ്ട്. OBC ശ്രദ്ധിച്ചേ, 19,977 റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് ആണ്. ഓൾ ഇന്ത്യയിൽ നിങ്ങളുടെ റാങ്ക് 19,977 മുകളിലാണെങ്കിൽ, OBC കാറ്റഗറിയും ആണെങ്കിൽ റൗണ്ട് 1ൽ തന്നെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ആൻഡ് റൗണ്ട് 4ൽ എത്തുമ്പോൾ
23,575 റാങ്കുള്ള കുട്ടിക്കാണ് ഫൈനലായിട്ട് അഡ്മിഷൻ കിട്ടിയത്. 610 മാർക്ക് എന്ന് പറയുന്നത്. ആൻഡ് റൗണ്ട് 4 എൻഡ് ചെയ്യുമ്പോൾ 1,28,978 റാങ്ക് വരുന്ന കുട്ടിക്കാണ് അഡ്മിഷൻ ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കറസ്പോണ്ടിങ് മാർക്ക് 480 ആണ്. ദെൻ ഫൈനലി ST കാറ്റഗറിയിൽ റൗണ്ട് 1-ൽ 1,41,071 വരെ റാങ്ക് കിട്ടിയ കുട്ടിക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ആൻഡ് റൗണ്ട് 2, റൗണ്ട് 3, റൗണ്ട് 4-ലെത്തി. റൗണ്ട് 4 എൻഡ് ചെയ്യുമ്പോൾ 1,68,853 റാങ്കുകാരനാണ് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അവസാനമായി അഡ്മിഷൻ ലഭിക്കുന്നത്. കറസ്പോണ്ടിങ് സ്കോർ 446 ആണ്. ഓക്കെ അല്ലേ? ആൻഡ് ഇത് നമ്മൾ ഇന്ത്യയിലുള്ള 342 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ കാര്യമാണ് എടുത്തത്. ഇനി നമ്മൾ കേരളത്തിലേക്ക് ഒന്ന് നോക്കാം. നമ്മുടെ കേരളത്തിൽ എത്ര മെഡിക്കൽ കോളേജുകളാണുള്ളത്? ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം ഏകദേശം 12ഓളാണ്. സോ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഓരോ റൗണ്ടിലും ഓരോ കാറ്റഗറിയിലും അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ റാങ്ക് ലിസ്റ്റും ആൻഡ് അവരുടെ മാർക്കുമാണ്. മക്കൾ ശ്രദ്ധിക്കണം, ഇതും ഓൾ ഇന്ത്യ കോട്ട MBBS വഴിയുള്ള പ്രവേശനമാണ്. അതായത് നമ്മുടെ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലായിട്ട് ഏകദേശം 1,755ഓളം സീറ്റുകളാണുള്ളത്. ഈ 1,755 സീറ്റുകളിൽ 262ഓളം സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട MBBSലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് 15% സീറ്റുകൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സോ ഈ 15% സീറ്റുകളിലേക്ക് നടന്ന അഡ്മിഷന്റെ ഡീറ്റെയിൽസ് ആണിത്. റൗണ്ട് 1 ആയപ്പോൾ ഓപ്പൺ വിഭാഗത്തിൽ, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങളെ ഓപ്പൺ വിഭാഗത്തിലാണ് പരിഗണിക്കുക. ഓപ്പൺ വിഭാഗത്തിൽ നിങ്ങൾക്ക് ആ കോളേജിൽ അഡ്മിഷൻ തരാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് പരിശോധിക്കും. ഇനി അല്ല, അതിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടോ, റിസർവേഷനിലൂടെ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നൽകാൻ സാധിക്കുമോ എന്നാണ് അവർ നോക്കുക. സോ ആദ്യം ഓപ്പൺ വിഭാഗമാണ്. റൗണ്ട് 1-ൽ 8,339 ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയ കുട്ടിക്കാണ് അവസാനമായിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചത്. ആൻഡ് റൗണ്ട് 4 എത്തിയപ്പോഴേക്കും 22,529 റാങ്കുകാർക്ക് കേരളത്തിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. മാർക്ക് 611 മക്കൾ ശ്രദ്ധിക്കേണ്ടത് 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ജനറൽ EWS ഇക്കണോമിക്കലി വീക്കർ സെഷൻ വന്നപ്പോൾ റൗണ്ട് 1-ൽ 19,600 ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. റൗണ്ട് 2, റൗണ്ട് 3 നിങ്ങൾ നോക്കുക. റൗണ്ട് 4 എൻഡ് ചെയ്തപ്പോൾ 23,533 റാങ്കുകാരനാണ് അവസാനമായിട്ട് അഡ്മിഷൻ ലഭിച്ചത്. 610 അദ്ദേഹത്തിന്റെ സ്കോർ. ആൻഡ് ദെൻ OBCയിലേക്ക് വരികയാണ്. OBC കാറ്റഗറിയിൽ റൗണ്ട് 1-ൽ 9,503 റാങ്കുകാരനാണ് അഡ്മിഷൻ ലഭിച്ചത്. ആൻഡ് റൗണ്ട് 4 എൻഡ് ചെയ്യുമ്പോൾ 24,978 റാങ്ക് വരെ, അതിന് മുകളിൽ റാങ്ക് ഉള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് റാങ്ക്. ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്ക് 607. ദെൻ SC കാറ്റഗറി റൗണ്ട് 1-ൽ 85,932 റാങ്കുകാർക്ക് വരെ അഡ്മിഷൻ ലഭിച്ചു. റൗണ്ട് 2, റൗണ്ട് 3, റൗണ്ട് 4 എത്തിയപ്പോൾ 1,20,907 അത്രയും റാങ്ക് വരെയുള്ളവർക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. യെസ്. ആൻഡ് മക്കളെ ശ്രദ്ധിക്കുക, അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്ക് 488. ആൻഡ് ദെൻ ST കാറ്റഗറിയിലേക്ക് വരികയാണ്. ST കാറ്റഗറിയുടെ റൗണ്ട് 1 1,29,975 റാങ്കുകാർക്ക് വരെ റൗണ്ട് 1-ൽ അഡ്മിഷൻ ലഭിച്ചപ്പോൾ റൗണ്ട് 4-ൽ 1,52,748 ST വിഭാഗത്തിൽ വരുന്നവരുടെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. 459 മാർക്ക്. സോ ഇത്രയും കാറ്റഗറിയും ആ കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിന് ഏതൊക്കെ റാങ്ക് വരെ വരുന്ന ആളുകൾക്ക് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. എങ്ങനെ? ഓൾ ഇന്ത്യ കോട്ട വഴി അഡ്മിഷൻ ലഭിച്ചു എന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്കറിയേണ്ടത് 85% കുറിച്ചാണ് അല്ലെ. 85%. മക്കളെ കേരളത്തിൽ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ 1,755 സീറ്റുകളുമുണ്ട്. ഈ 1,755 സീറ്റുകളിൽ 15% സീറ്റുകൾ എങ്ങനെ ഫില്ല് ചെയ്യപ്പെടുന്നു നമ്മൾ കണ്ടു. ആ സീറ്റുകളിലേക്ക് കേരളത്തിലെ സ്റ്റുഡൻസിനും മറ്റ് സ്റ്റേറ്റുകളിലെ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന 85% സീറ്റുകൾ, ഓക്കെ, സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുകൾ. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് അനുസരിച്ച് ഈ 1,755-ൽ 262-263 സീറ്റുകളോളം എവിടെ പോയി? ഓൾ ഇന്ത്യ കോട്ട MBBSലേക്ക് പോയി. ബാക്കി വരുന്ന സീറ്റുകളുടെ 50%, അതായത് ഈ 15% കഴിച്ചിട്ടുള്ള ബാക്കി എണ്ണം സീറ്റുകളിൽ 50% സീറ്റുകൾ എങ്ങനെയായിരിക്കും എന്നറിയാമോ?
ഓപ്പൺ വിഭാഗത്തിലായിരിക്കും. അതായത് കേരളൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിന്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾക്കായിരിക്കും ഈ സീറ്റ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. സോ 12 മെഡിക്കൽ കോളേജസിലും നീറ്റ് 2023 അഡ്മിഷൻ ലഭിച്ച കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഓക്കെ, അവരുടെ ഫൈനൽ റാങ്ക്, ലാസ്റ്റ് റാങ്ക് കാണാം. സോ ഇപ്പോൾ നോക്കുക, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂർ എടുക്കുകയാണെങ്കിൽ മക്കളെ അവർക്ക് 100 സീറ്റ്സ് ആണുള്ളത്. 100 സീറ്റുകളിൽ ആദ്യത്തെ റൗണ്ട് എൻഡ് ചെയ്യുമ്പോൾ 710 റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 645 ആണ് നീറ്റ് സ്കോർ വരുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് റൗണ്ട് 4ന്റെ എൻഡിൽ, റൗണ്ട് 4 അവസാനിച്ചപ്പോൾ 1759 റാങ്കുകാർക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 613 ആണ് മാർക്ക്. പക്ഷെ നിങ്ങൾ എയിം ചെയ്യേണ്ടത് ഈ റൗണ്ട് 3ലെ റാങ്ക് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ചില ടൈമിൽ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് വേറെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയോ ആ സീറ്റിൽ വേക്കൻസി വരികയോ ചെയ്യുന്ന സമയത്താണ് ഇത്രയും ഉയർന്ന ഒരു റാങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്. പക്ഷെ നിങ്ങൾ എന്തായാലും എയിം ചെയ്യേണ്ടത് ഈ റൗണ്ട് 3ലെ റാങ്ക് ആയിരിക്കും. അതായത് ഒരു 800, 600, 500 അതിന് എബവ് ആണ് ഓരോ റാങ്കും നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ആൻഡ് ഇനി നമ്മൾക്ക് TD ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ എടുക്കാം. 175 സീറ്റുകളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലുള്ളത്. റൗണ്ട് 1ൽ 479 കേരള മെഡിക്കൽ റാങ്ക് കിട്ടിയ ആൾക്ക് വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. മക്കളെ ശ്രദ്ധിക്കണം, കുറച്ച് മുൻപ് നമ്മൾ സംസാരിച്ചത് ഓൾ ഇന്ത്യ റാങ്കിനെ കുറിച്ചിട്ടാണ്. പക്ഷെ ഇത് കേരള എൻട്രൻസ് കമ്മീഷണർ തയ്യാറാക്കുന്ന കേരള മെഡിക്കൽ റാങ്ക് ആണ്. ഓക്കെ, നമ്മുടെ ക്രൈറ്റീരിയയ്ക്ക് അനുസരിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളിൽ നിന്നും അവർ കേരള മെഡിക്കൽ റാങ്ക് അസൈൻ ചെയ്യും. ആ റാങ്കിന്റെ ബേസ് ആണ്, ആ റാങ്കിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ കേരള റാങ്ക് 479 ഉള്ള കുട്ടിക്ക് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. സ്കോർ 656 ആണ്. ദെൻ നിങ്ങൾ നോക്കുക, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, ഫോർത്ത് റൗണ്ട് എത്തിയപ്പോഴേക്കും 1400 ആണ് റാങ്ക് എന്ന് പറയുന്നത്. 1400 റാങ്ക് ലഭിച്ച കുട്ടിക്കാണ് അഡ്മിഷൻ ലഭിച്ചത്. 624 ആണ് സ്കോർ. ഓക്കെ അല്ലേ? ആൻഡ് ദെൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരി എടുക്കുകയാണെങ്കിൽ 110 സീറ്റുകളാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിലുള്ളത്. റൗണ്ട് 1 എൻഡ് ചെയ്യുമ്പോൾ 715 കേരള റാങ്ക് ഉള്ള കുട്ടിക്ക് വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 645 ആണ് നീറ്റ് സ്കോർ വന്നത്. കേരള മെഡിക്കൽ നീറ്റിന്റെ സ്കോർ ആണ്. ആൻഡ് ഇത് കേരള മെഡിക്കൽ റാങ്ക് ആണ്. ദെൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ തന്നെ റൗണ്ട് 4 എൻഡ് ചെയ്യുമ്പോൾ 1842 റാങ്ക് ഉള്ള കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്, ലാസ്റ്റ് റാങ്ക്. ആൻഡ് ലാസ്റ്റ് റാങ്കിന്റെ കറസ്പോണ്ടിങ് സ്കോർ, നീറ്റ് സ്കോർ എന്ന് പറയുന്നത് 611 ആണ്. ഇതേപോലെ ഓരോ മെഡിക്കൽ കോളേജുകളും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടുണ്ട്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രമുണ്ട്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയമുണ്ട്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാട്, ദെൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നി, പത്തനംതിട്ടയുണ്ട്. സോ ഈ ഓരോ കോളേജിലും ഏത് റാങ്ക് വരെ കേരള മെഡിക്കൽ റാങ്ക് വരെ കിട്ടിയ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഈ ഒരു സ്കോർ ബോർഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് എത്രയായിരിക്കണം നിങ്ങൾ എയിം ചെയ്യേണ്ട സ്കോർ എന്നുകൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ വർഷം കൂടുമ്പോഴും നീറ്റ് ആസ്പിറൻസിൻ്റെ എണ്ണം കൂടി വരികയാണ്. നീറ്റിന് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. 2021 എടുക്കുകയാണെങ്കിൽ 15 ലക്ഷത്തിലധികം നീറ്റ് ആപ്ലിക്കൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 2021 നിന്ന് 22 എത്തിയപ്പോഴേക്കും അത് 18 ലക്ഷത്തിന് മുകളിലായി. ഏകദേശം 19 ലക്ഷത്തോളം പേരാണ് നീറ്റിന് അന്ന് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് 2022 നിന്ന് 23 എത്തിയപ്പോൾ, കഴിഞ്ഞ വർഷം എത്തിയപ്പോൾ ഏകദേശം 20 ലക്ഷത്തോളം സ്റ്റുഡൻസ് നീറ്റിന് അപ്ലൈ ചെയ്തു. ആൻഡ് ഈ ഒരു വർഷം നീറ്റ് 2024 ഇതുവരെ 25 ലക്ഷത്തിലധികം സ്റ്റുഡൻസ് ആണ് നീറ്റിന് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സ്റ്റിൽ ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല. സോ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. എത്ര വലിയ മത്സരത്തിലേക്കാണ് മക്കൾ ഇറങ്ങാൻ പോകുന്നത്, ആൻഡ് എത്ര വലിയ ടാസ്ക് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി മിസ് പറയുകയാണ്. ഓൾ ഇന്ത്യ റാങ്ക് 1, 2 and 3 കഴിഞ്ഞ വർഷം നീറ്റ് 2023 ഓൾ ഇന്ത്യ റാങ്ക് 1ഉം 2ഉം 3ഉം കിട്ടിയ കുട്ടികളുടെ നീറ്റ് സ്കോർ ആണ്. ഓൾ ഇന്ത്യ റാങ്ക് 1നും 2നും 720 മാർക്കും ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് 3ക്ക് 720 716 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഇതൊന്നും കണ്ട് വറീഡ് ആവണ്ട. നിങ്ങളുടെ ലക്ഷ്യം തീർച്ചയായും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ കഷ്ടപ്പാട് അതിനൊരു എൻഡ് ആവാൻ പോവാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ എത്താൻ പോവാണ്. സോ ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവായ ഒരുപാട് വീഡിയോസിലൂടെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളൊക്കെ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തട്ടെ, ഒരു നല്ല ഡോക്ടറായി മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്. യെസ്, ബൈ.